എയർപോർട്ടിൽ നിന്ന് ക്യൂ ഇല്ലാതെ എങ്ങനെ ഫ്ലൈറ്റ് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പലപ്പോഴും 3 മണിക്കൂർ മുന്നേ ഇവിടെ വന്ന് നിന്നതിന് ശേഷം വളരെ നീണ്ട ക്യൂവിൽ നിന്നൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നിങ്ങൾ ഈ കണ്ടില്ലേ, പ്രത്യേകമായ ഒരു ലൈനിൽ കൂടി എനിക്ക് ക്യൂ ഇല്ലാതെ എൻ്റെ കയ്യിലുള്ള ബാർകോഡ് ഞാൻ സ്കാൻ ചെയ്യുന്നു. അതിനുശേഷം ഫേസ് സ്കാൻ ചെയ്തതിന് ശേഷം വളരെ ഈസി ആയിട്ട് അകത്തേക്ക് കയറി പോകുന്നു. ഒരു ക്യൂവും ഇല്ലാതെ തന്നെ അകത്ത് കയറി പോകാൻ പറ്റും. ഇതിനായിട്ടൊരു പ്രത്യേക വേ ഉണ്ട്, അതാണ് ഈ കാണുന്ന ഡിജി യാത്ര. അതെന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമുക്ക് ഡിജി ലോക്കർ എന്ന് പറയുന്ന ഒരു ആപ്പാണ് വേണ്ടത്. അത് ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം അതിനകത്ത് എൻ്റെ ആധാർ, പാൻ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും അതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാദ്യം ഇതിനകത്ത് നിങ്ങളുടെ ആധാറും അങ്ങനെയുള്ള ഡോക്യുമെന്റ്സും അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം അടുത്തൊരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതാണ് ഡിജി യാത്ര എന്ന് പറയുന്ന ആപ്പ്. അപ്പോൾ ആ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഡിജി യാത്ര ഓൾറെഡി എൻ്റെ ഫോണിലുണ്ട്. അതുകൊണ്ടാണ് ഓപ്പൺ എന്ന് വന്ന് കിടക്കുന്നത്. ഡിജി യാത്ര ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഇതിനകത്ത് അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അത് കാരണമായിട്ട് ഇങ്ങനെയല്ല പുതുതായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത്. പുതുതായിട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ താഴെയായിട്ട് വാലറ്റിന് കാണിക്കും. വാലറ്റിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഐഡന്റിറ്റി ക്രെഡൻഷ്യൽ എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് കണ്ടിന്യൂ വിത്ത് ഡിജി ലോക്കർ എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഡിജി ലോക്കറിനകത്ത് ആധാറും ഒക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടേക്ക് വരുന്ന സമയത്ത് കണ്ടിന്യൂ വിത്ത് ഡിജി ലോക്കർ എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് കയറിപ്പം ഡോക്യുമെന്റ്സ് എല്ലാം ഇവിടെയും അപ്ഡേറ്റ് ആവും. അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡിംഗ് പാസ്, അതായത് നിങ്ങൾ ബോർഡിംഗ് പാസ് ഓൾറെഡി നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കണം. ആ ബോർഡിംഗ് പാസ് നിങ്ങൾക്ക് ഇവിടേക്ക് തന്നെ അറ്റാച്ച് ചെയ്യാൻ പറ്റും.